നമസ്കാരം. പടക്കളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിൻ്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ ആവേശം, വികസന ചർച്ചകൾ ഇവ തുടർച്ചയായി പ്രേക്ഷകരിലേക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും വിവിധ പ്രദേശങ്ങളിൽ നിന്ന് തുടർച്ചയായി ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കളമശ്ശേരിയിൽ നിന്നുമാണ് കേരളത്തിൻ്റെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ തുടിപ്പ്, വികസന ആലോചനകൾ ഒക്കെ ഇന്ന് പടക്കളത്തിലൂടെ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തുന്നത്. ഇന്ന് ഈ പടക്കളത്തിൽ പങ്കുചേരുന്ന മുന്നണി വക്താക്കളെ നമ്മൾക്ക് ആദ്യം പരിചയപ്പെടാം. ശ്രീ കെ എൻ ഗോപിനാഥൻ, CPIM LDF, ശ്രീ പ്രമോദ് കുമാർ TC BJP NDA, ശ്രീ VS സമീൽ മുസ്ലിം ലീഗ് UDF. ശ്രീ കെ എൻ ഗോപിനാഥ്, കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വിലയിരുത്തുന്നത് എങ്ങനെയാണ്? രാഷ്ട്രീയ കാലം, കാലാവസ്ഥ, അത് ഓരോ തെരഞ്ഞെടുപ്പിലും പ്രധാനപ്പെട്ടതാണല്ലോ. അത് ഇടതുമുന്നണിക്ക് അനുകൂലമാണ് എന്ന് ഇടതുമുന്നണി കരുതുന്നു എങ്കിൽ എന്തൊക്കെയാണ് അതിന് ആധാരമായ ഘടകങ്ങൾ? തീർച്ചയായിട്ടും കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോർപ്പറേഷനുകളിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും, അത് ത്രിതല പഞ്ചായത്തിലടക്കം ഇപ്രാവശ്യം മഹാഭൂരിപക്ഷം സീറ്റുകളും കരസ്ഥമാക്കുമെന്നുള്ള നല്ല ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. കാരണം പ്രവർത്തികൾക്ക് നാട്ടിലെ ജനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ഒരു അംഗീകാരം നൽകും. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ പ്രതിബദ്ധതയുള്ളവർ, അവർക്ക് അവരുടെ പൊതുപ്രവർത്തന രംഗത്തുള്ള ട്രാക്ക് റെക്കോർഡുള്ളവർ, യുവാക്കൾ, സ്ത്രീകൾക്ക് ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും കൊടുക്കാത്ത വിധത്തിലേക്ക് 50% റിസർവേഷൻ കേരളത്തിനകത്തുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ആ അംഗീകാരം കൊടുക്കുന്നതുകൊണ്ട് തന്നെ വ്യക്തിഗതമായി സ്ഥാനാർത്ഥികളെ LSDD ഇലക്ഷന്, പാർലമെൻറ്റ്, അതുപോലെ തന്നെ അസംബ്ലി എന്നതിനേക്കാൾ ലോക്കലിൽ ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് എല്ലാവരും നോക്കുന്നതാണ്. ആ കാര്യത്തിൽ ഇടതുപക്ഷം വളരെ പ്രത്യേകമായി ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെയാണ് ഓരോ മണ്ഡലത്തിലും അവതരിപ്പിച്ചത് എന്നുള്ളത് ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ പ്രാധാന്യമുള്ളതാണ്. ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും അതിന് കാരണം ബീഹാർ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു, SIR കൊണ്ടുവന്ന് 32 ലക്ഷം വോട്ടർമാരെ ജനാധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അട്ടിമറിച്ച അടുത്ത പ്രവർത്തനം കേരളത്തിനകത്ത് കേന്ദ്രീകരിക്കുന്ന BJPക്ക് ധാർമ്മികമായി അവർക്ക് സ്ഥാനാർത്ഥികളെ നിർത്താൻ അവകാശമുണ്ട്, വോട്ട് ചോദിക്കാൻ അവകാശമുണ്ടെന്നവർക്ക് പോലും ആ BJP പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം ജനാധിപത്യത്തിനെതിരാണ്, മതനിരപേക്ഷതയ്ക്കെതിരാണ് എന്നുള്ളത് നാട്ടിലെ ജനങ്ങൾ പ്രധാനമായും ഉൾക്കൊള്ളും. മാത്രമല്ല, ഇന്നത്തെ പത്രത്തിൽ നമ്മൾ കളമശ്ശേരി പറയുമ്പോൾ ഇതൊരു വ്യവസായ മേഖലയാണ്. കളമശ്ശേരിയിലെ HIL എന്ന് പറയുന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം അടച്ചിട്ടിട്ട് 1 കൊല്ലമായി. അതിൻ്റെ രാസായനി അടക്കം യൂണിറ്റ് റീവർക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കേൾക്കുന്നത് രാസായനിയും പൂർണ്ണമായി ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. അത് സംബന്ധിച്ചുള്ള അജണ്ട തയ്യാറാക്കിയാണ് BJP ഗവൺമെൻറ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇന്ന് HOC ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് അടുത്ത പൊതുമേഖലാ സ്ഥാപനം പൂട്ടുകയാണ്. HOCയിലെ HMT കളമശ്ശേരിയിലെ തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടിയിട്ട് ഒരുപാട് കാലമായി. ഇതിനെല്ലാം യഥാർത്ഥത്തിൽ ആളുകൾ ഇത് നോക്കുന്നുണ്ട്. തൊഴിലാളി വർഗത്തോടൊപ്പം നിൽക്കുന്നവരാരാണ്? ലേബർ കോഡ് കൊണ്ടുവന്നു, അതും ദേശീയ രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ടതാണ്. തൊഴിലാളി വർഗത്തെ ഇത്രമാത്രം തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ നിന്ന് പുറത്തു കടത്തുന്ന ഭേദഗതി ഓണത്തിൻ്റെ ഇടയിൽ പൂട്ടുകച്ചവടം എന്നുള്ള നിലയിൽ നടപ്പാക്കിയ ഗവൺമെൻറ് അതിനെ ചോദ്യം ചെയ്യാൻ 2019 മുതൽ ഈ ബില്ല് വന്നിട്ട് ചോദ്യം ചെയ്യാൻ ത്രാണി കാണിക്കാത്ത കോൺഗ്രസും പരസ്പരം ഒരേ നുഖത്തിൽ കെട്ടാവുന്നവരാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് കോൺഗ്രസിൻ്റെ പൊളിറ്റിക്സും അതുപോലെ തന്നെ BJPയുടെ പൊളിറ്റിക്സും തൊഴിലാളികളും കൃഷിക്കാരും ജനങ്ങളും നല്ല വിധത്തിലേക്ക് പരിഗണിക്കും എന്നുള്ളതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പ്രവൃത്തി. സ്വാഭാവികമായിട്ടും അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, ചൈന കഴിഞ്ഞാൽ ലോകത്തിലെ ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ ആ SS ഉയർത്തിയത് 2021 മുതൽ തന്നെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് കേന്ദ്ര ഗവൺമെൻറ് പുറത്തുകൊണ്ട് അന്നു മുതൽ ഇത് നിസ്സാരമല്ല, ഇത് അവസാനിപ്പിക്കലായിരിക്കണം ആദ്യത്തെ ലക്ഷ്യമെന്ന് പറഞ്ഞ് അത് തുടച്ചു നീക്കിയത്, സാമൂഹ്യ പെൻഷൻ 2000 രൂപയാക്കിയത്, അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് കേന്ദ്ര ഗവൺമെൻറ് യൂണിഫോം കോഡ് കൊണ്ടുവന്നിട്ട് ഫ്ലോർ ലെവൽ വേജസ് എന്നുള്ള നിലയിൽ നിൽക്കുമ്പോൾ കേരളം ഏറ്റവും കൂടുതൽ തൊഴിലാളികൾക്ക് കൂലി കൊടുക്കുന്ന സംസ്ഥാനം എന്നുള്ളത്, വീട്ടമ്മമാർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ തുടക്കം കുറിച്ചത്, ഇതെല്ലാം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അതിനെല്ലാം ഒരു അംഗീകാരം ജനങ്ങളുടെ ഇടയിൽ നിന്നൊരു സ്വീകാര്യത കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല ആത്മവിശ്വാസം ഇടതുപക്ഷ ജനാധിപത്യ കളമശ്ശേരിയിൽ ഇടതുപക്ഷത്തിൻ്റെ ആത്മവിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടോ അവതരിപ്പിച്ചുകൊണ്ടോ ആണോ ശ്രീ കെ എൻ ഗോപിനാഥ് പടക്കളം ആരംഭിച്ച? സമീൽ, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് ഈ രാഷ്ട്രീയ കാലം ഇടതുമുന്നണിയെ സംബന്ധിച്ച് അനുകൂലമാണോ എന്നാണ് ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ. ഇതേ കാര്യം UDFിൻ്റെ മുമ്പിലേക്ക് അവതരിപ്പിച്ചാൽ എങ്ങനെ നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടു കൂടി തെരഞ്ഞെടുപ്പിനെ നേരിടാനാകുന്നു? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്,
ഒരു പ്രതിപക്ഷ MLA ഒളിവിൽ കഴിയുന്ന കാലത്താണ് കേരളത്തിലെ UDF ഈ തെരഞ്ഞെടുപ്പിന് വോട്ട് ചോദിച്ച് ജനങ്ങളുടെ മുമ്പാകെ ചെല്ലുന്നത്. അതിൽ ആരോപിതനായ മറ്റൊരാൾ ഇപ്പോൾ അടൂർ നഗരസഭയിൽ UDFൻ്റെ സ്ഥാനാർത്ഥി. 2, കേരളത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് ഒട്ടും ചേരാത്ത വിധം ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന ഒരു അപകടകരമായ രാഷ്ട്രീയത്തെ UDF പ്രതിനിധാനം ചെയ്യുന്നു എന്ന വിമർശനം എല്ലാ മുസ്ലിം സംഘടനകളും, അത് മുജാഹിദീനാവട്ടെ സുന്നി സംഘടനകളാകട്ടെ എന്നിവിടങ്ങളിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. വികസനത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും ഒരു മികച്ച തലം കേരളത്തിന് സൃഷ്ടിക്കാനായി എന്ന ഇടതുപക്ഷത്തിൻ്റെ ആത്മവിശ്വാസം, ഇതിലെവിടെയാണ് നിങ്ങൾക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ കാലമുള്ളത്, കാലാവസ്ഥയുള്ളത്? തീർച്ചയായും ഈ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണ്. കാരണം സംസ്ഥാന തലത്തിൽ ഒരു തികഞ്ഞ പരാജയമായ ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമസ്ത മേഖലകളിലും പരാജയം ഏറ്റുവാങ്ങുന്ന ഒരു ഗവൺമെൻറ്റായി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഓരോ വാഗ്ദാനങ്ങളും ലംഘിച്ചുകൊണ്ട് ആരോഗ്യ മേഖലകളും അതുപോലെ തന്നെ പൊതു ഇടങ്ങളിലുമെല്ലാം അമ്പേ പരാജയപ്പെട്ട ഒരു ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു വിധിയെഴുത്തായിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിനെ കാണുന്നത്. നേരത്തെ നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യത്തിൽ വന്നത് നിലവിലെ ഒരു MLA കുറിച്ചാണ്. അതേ അവസ്ഥ തന്നെ LDFനെ മുന്നണി എടുത്താൽ അവരും അത്തരത്തിൽ ആരോപണങ്ങൾ നേരിടുന്ന MLAമാരെ സംരക്ഷിക്കുന്ന ഒരു നടപടി സ്വീകരിക്കുമ്പോൾ KPCC വളരെ കൃത്യമായി തന്നെ ഇന്റർനാഷണൽ കോൺഗ്രസ് എടുത്ത നിലപാട് ഏറെ അഭിനന്ദനാർഹമാണ്. അദ്ദേഹത്തെ അതിലൊരു പ്രശ്നമുണ്ട്. കാരണം നിങ്ങൾ അപ്പുറത്തേക്ക് നോക്കിയത് പറയുമ്പോൾ നിശ്ചയം അവർ പറയട്ടെ, പക്ഷേ നമ്മൾ വസ്തുതകൾ പരിശോധിച്ചാൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടം നേരിട്ടതുപോലെ മുൻകൂർ ജാമ്യ ഹർജി മണിക്കൂറുകളെടുത്ത് വാദം പറഞ്ഞിട്ടും കേസ് ആ ഹർജി തള്ളി അറസ്റ്റിന് വിധേയമായി ഒളിവിൽ 2 ആഴ്ചയിൽ അടുത്തെത്താൻ പോവുകയാണ്. അങ്ങനൊരു അനുഭവം മറ്റൊരു MLAയ്ക്കും ഉണ്ടായിട്ടില്ല. മുമ്പ് അങ്ങനെ അനുഭവം ഉണ്ടായപ്പോൾ എൽദോസ് കുന്നപ്പള്ളിയുടെയും അതുപോലെ തന്നെ വിൻസെൻറ്റിൻ്റെയും ഒക്കെ അനുഭവമാണ് നമ്മുടെ മുമ്പിൽ. അപ്പോഴും വരുന്നത് UDF ആണ്. ആ നിലയ്ക്ക് ഞാൻ പറഞ്ഞത് അതൊക്കെ കുറച്ച് മുമ്പുള്ള കാര്യങ്ങളായാലും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ ഒരു പ്രതിപക്ഷ MLA ഇങ്ങനെ ഒളിവിൽ കഴിയുന്നത് നിങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയമായി ബുദ്ധിമുട്ടല്ലേ? കൃത്യമായിട്ട് ഞങ്ങൾ കൃത്യമായി എൻ്റെ നിലപാട് പറഞ്ഞു. ശ്രീ VD സതീശൻ പറഞ്ഞത് എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങളുണ്ടായാലും അയാളെ സംരക്ഷിക്കേണ്ട ഗതികേട് ഇന്റർനാഷണൽ കോൺഗ്രസിനും UDFനും ഇല്ല എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനമുള്ള കേരളത്തിൻ്റെ പോലീസിന് അയാളെ പിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയായിട്ട് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. പൊളിറ്റിക്കൽ ഡയറക്ഷൻ കോൺഗ്രസ് കൊടുത്തോ? അയാളെ പുറത്താക്കി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒളിവിൽ കഴിയാതെ ഈ നിയമ സംവിധാനത്തിന് കീഴടങ്ങണം എന്ന് പൊളിറ്റിക്കലി UDF കോൺഗ്രസോ പറയണ്ടേ, ഡിമാൻഡ് ചെയ്യണ്ടേ, പബ്ലിക്കിന് മുമ്പിലെങ്കിലും പറയണ്ടേ? അത് ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ സമീൽ പറഞ്ഞിട്ടില്ല. കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അയാൾ MLA സ്ഥാനത്ത് നിലനിൽക്കാൻ അയാൾ യോഗ്യനല്ല എന്ന ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ഇന്ന് KPCC നേതൃത്വവും അതുപോലെ പ്രതിപക്ഷ നേതാവുമെല്ലാം ആർജവത്തോടെ പറയാൻ മറ്റൊരു മുന്നണിക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. അത്രയും ആർജവത്തോടെ പറയാൻ UDFന് സാധിച്ചിട്ടുണ്ട്. ശരി, ഞാൻ NDAയിലേക്ക് വരുമ്പോൾ കളമശ്ശേരിയിലാണ്. ആ കളമശ്ശേരിയിൽ നിന്നുകൊണ്ട് ഇടതുപക്ഷ പ്രതിനിധിയായ ശ്രീ KN ഗോപിനാഥ് തൊഴിലാളികളുടെ വിഷയങ്ങൾ നിരവധി ഉന്നയിച്ചു. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടപ്പെട്ട നാട്ടിൽ നിന്നാണ് നമ്മൾ ഈ പടക്കളത്തിൽ സംസാരിക്കുന്നത്. അതെല്ലാം ഈ നാടിൻ്റെ കൂടി വോട്ടിനെ പ്രതിഫലിക്കുന്ന ഘടകങ്ങളാവുമ്പോൾ എവിടെയാണ് BJPക്ക് സ്പേസ്? സംഘപരിവാറിൻ്റെ വർഗീയ രാഷ്ട്രീയത്തിനപ്പുറം കേരളം പോലൊരു മണ്ണിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന കാഴ്ചപ്പാടുകളുണ്ടോ? ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ് എൻ്റെ ഇരുവശവും നിൽക്കുന്നത്. കാരണം കേരളം വിട്ടാൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നൊരു മുന്നണി ഉണ്ടാക്കി. ആ മുന്നണി ഉണ്ടാക്കി ഇന്ന് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന, ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയുമില്ലാത്ത 2 രാഷ്ട്രീയ പ്രസ്ഥാനം. കാരണം നിങ്ങളിപ്പോൾ പറഞ്ഞു, തൊഴിലാളി പ്രശ്നം പറഞ്ഞു. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഈ കേരളത്തിലെ വ്യവസായ മേഖലയുടെ അവസ്ഥ എന്തായിരുന്നു? ഇന്ന് FACTയുടെ അവസ്ഥ എന്താണ്? അപ്പോൾ എണ്ണി പറയുമ്പോൾ അതിൻ്റെ പിന്നിലേക്കും കൂടി നമ്മൾ ചിന്തിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഞാൻ പറയാം, ഞാൻ പറഞ്ഞിട്ട് പറയാം. അതുപോലെ തന്നെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളിപ്പോൾ ചോദിച്ചു, ഒരു MLAയുടെ കാര്യം ചോദിച്ചു. 2 പേരും ഈ തെരഞ്ഞെടുപ്പിനെ ജനങ്ങളെ വിഡ്ഢിയാക്കാൻ വേണ്ടി, ഒരു വിശ്വാസമുള്ള ഗവൺമെൻറ് വരുന്നവരെ ക്ഷേത്രങ്ങളിൽ പൈസ ഇടാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇത് ഇടതുപക്ഷത്തെയും അതല്ലെങ്കിൽ പറയുന്ന UDFനെയും എതിർത്ത് സംസാരിക്കേണ്ട സാഹചര്യം വരും. കാരണം നിങ്ങളൊന്ന് പറയണം, ഇപ്പോൾ ഒരു MLAയുടെ പറഞ്ഞു, മുകേഷിൻ്റെ കാര്യം എന്തായി? അതുപോലെ തന്നെയാണ് ഇന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും ഇന്ന് പറയുന്ന കോൺഗ്രസ് പുറത്താക്കിയെന്ന് അഭിമാനത്തോടെ പറയുമ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, അവിടുത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കിയതല്ലേ ഈ പറയുന്ന MLA പറയുന്നത്? അവിടുത്തെ കോൺഗ്രസിനെ അല്ലെങ്കിൽ UDFനെ സ്നേഹിക്കുന്ന ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് അദ്ദേഹം MLA ആയത്. അപ്പോൾ ആ ജനങ്ങളോട് ഈ പറയുന്ന UDFന് പ്രതിബദ്ധതയില്ലേ? അപ്പൊ ഞങ്ങൾ പറയുന്നത്
പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് കേന്ദ്രം ഭരിക്കുന്നത്. മാറാത്തത് മാറും. അനിവാര്യമായ മാറ്റത്തിന് ഈ പ്രാവശ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ BJPയുടെ കൂടെയാണെന്ന് തന്നെയാണ് ഞങ്ങൾ ഞാൻ പറയുന്നത്. നിങ്ങളുടെ അവസരത്തിലേക്ക് വരുമ്പോൾ താങ്കളുടെ സംസാരത്തിൽ വരാതിരുന്നതും അധികമായി കടന്നു വന്നതുമായ ഒരു വിഷയത്തിൽ മാത്രം ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാട്, കാരണം നിങ്ങളെ കൂടി ബാധിക്കും വിധത്തിൽ ആ വിഷയത്തിൽ രണ്ട് ഭാഗത്തുനിന്നും വിമർശനം വന്നു. അത് രാഹുൽ മാങ്കൂട്ടമാണ്. അതിനുശേഷം ഇവരിലേക്ക് കൂടി പോയ ശേഷം കളമശ്ശേരിയും പൊതുരാഷ്ട്രീയവും വികസനവും നമ്മുടെ തൊഴിലാളി മേഖലയും ഒക്കെ കടന്നു വരാം. ഇതേക്കുറിച്ച് മാത്രം ശരചന്ദ്രൻ, ഞാൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം നമ്മൾ അത് ഇതുപോലുള്ളൊരു പൊതുവേദിയിൽ ചർച്ച ചെയ്ത് വീണ്ടും വീണ്ടും നാറ്റിക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നാട്ടിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല തൊലിക്കെട്ടിയാണ് കോൺഗ്രസ് പാർട്ടിക്ക്. കോടതി അവസാനം രക്ഷയില്ലാതെ വന്ന് ഇന്ന് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച സന്ദർഭത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ചെറുവിരലരയ്ക്കാൻ KPCC നേതൃത്വം തയ്യാറായത്. അതുകൊണ്ട് ജനങ്ങൾ വിലയിരുത്തിക്കൊള്ളുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ കാര്യത്തിലൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സുതാര്യമായും അതുപോലെ തന്നെ വളരെ ശക്തമായി, ഇപ്പോൾ ഇദ്ദേഹം ഭംഗ്യന്തരേണ പറഞ്ഞല്ലോ, ഇവിടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഗുരുവായൂർ അമ്പലത്തിന് വല്ല കുഴപ്പമുണ്ടോ? ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് വല്ല കുഴപ്പമുണ്ടോ? കേരളത്തിലെ ഏത് ക്ഷേത്രത്തിനാണ് കുഴപ്പമുള്ളത്? ശബരിമലയിൽ ഈ പറയുന്ന സ്വർണ്ണപ്പാളിയുടെ പ്രശ്നത്തിൽ നടന്നിട്ടുള്ള കൊള്ള ശക്തമായി ഏതൊരാളാണെങ്കിൽ പോലും, അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അവിടെ ചുമതലയുണ്ടായിരുന്നവരാണെങ്കിൽ പോലും, അത് തന്ത്രിയാണെങ്കിലും തന്ത്രിയുടെ ബിനാമിയാണെങ്കിലും ആരാണെങ്കിലും അവരെ യഥാർത്ഥത്തിൽ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒന്നാന്തരമായി നടക്കും. അതുകൊണ്ട് കേരളത്തിലെ ഒരു മതവിശ്വാസിയും അമ്പലത്തിൽ പോക്ക് അവസാനിപ്പിക്കേണ്ട, അമ്പലത്തിൽ വഴിപാടിടാതിരിക്കേണ്ട കാര്യമില്ല. അതെല്ലാം നന്നായി നടക്കുന്നുണ്ട്. കേരളം ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കേരളത്തിൻ്റെ ഒരു പൊതു രാഷ്ട്രീയ കാലം എങ്ങനെയുണ്ട്? നിങ്ങളുടെ കൂടി അനുഭവങ്ങളും അഭിപ്രായങ്ങളും എടുത്തുകൊണ്ട് ഇവരിലേക്ക് പോകാം. പറഞ്ഞോളൂ. സഖാവ് ഗോവിന്ദാന്ന് പറയണ്ടല്ലോ, വികസനം എന്ത് വികസനവും ഇവിടെ നടന്നിട്ടുള്ളൂ. ഇതുവരെ ഒരു വികസനം നമ്മൾ കണ്ടിട്ടില്ല LDFിൻ്റെ ഭാഗത്ത് നിന്ന്. കൂടാതെ സ്ത്രീ സുരക്ഷ, എന്ത് സുരക്ഷയുള്ളത്? സ്ത്രീകൾക്ക് രാത്രി 12 മണി കഴിഞ്ഞ് ഇറങ്ങി നടക്കാൻ പറ്റൂല. എപ്പോഴും നോക്കിയാലും അഴിമതിയും കാര്യങ്ങളും സ്ത്രീപീഡനം മാത്രമേ ഉള്ളൂ. അഴിമതിയുടെ ഒരു ഉദാഹരണം ഒരു മിനിറ്റ്. തൊഴിൽ മേഖല പറയുകയാണെങ്കിൽ എത്ര എണ്ണം പൂട്ടി? ബീഹാറിൽ പൂട്ടി. അല്ല സുഹൃത്തെ, ഇന്ത്യ ഗവൺമെൻറ്റിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൂക്കിന് താഴെയുള്ള സ്ഥാപനമാണ് നീതി ആയോഗ്. നീതി ആയോഗ് കേരളം ഈ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് നമ്മളെല്ലാവരും വിശേഷിപ്പിക്കുന്ന ഈ സ്ഥലം ഇന്ന് അത് വികസനത്തിൻ്റെ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്നു എന്ന് മാത്രമല്ല, നിക്ഷേപത്തിന് ഏറ്റവും വലിയ ഇടമാണ് കേരളമെന്ന് നിങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ മൂക്കിന് താഴെയുള്ളൊരു സംവിധാനമല്ലേ ഞങ്ങൾക്ക് അവാർഡ് തന്നിട്ടുള്ളത്? അത് ഇന്ത്യൻ പാർലമെൻറ്റ് അംഗീകരിച്ചിട്ടുള്ള കാര്യമല്ലേ? കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രിമാരും ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഗവർണർ ആർലേക്കർ ഇത് കൃത്യമായി പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് മാത്രം മനസ്സിലാകാത്ത എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ശരിയായൊരു സമീപനമല്ല. രണ്ട്, അഴിമതിയെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചു പോയി. ഈ 10 വർഷത്തെ ഭരണവുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ ഒരു പശ്ചാത്തലം ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമായാൽ LDFന് അത് ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളിയാണോ, പ്രശ്നമാണോ? ഒരു പ്രശ്നവും. ഞാൻ അഴിമതിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ആദ്യം ചോദിച്ച സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറഞ്ഞു. തിരുവനന്തപുരത്ത് കത്തെഴുതി വെച്ച് പല സ്ഥലത്തിന് 2-3 സ്ഥലത്ത് കത്തെഴുതി വെച്ച് ആത്മഹത്യ ചെയ്ത ആളുകൾ പറഞ്ഞിട്ടുള്ള കത്തിലെ കുറിപ്പെന്താ? RSSും സംഘപരിവാറും BJP ആയിട്ട് സഹയാത്രികരാകാൻ എൻ്റെ അനുഭവം വച്ച് ഇനി ആരും തയ്യാറാവരുതെന്നാണ് പറഞ്ഞത്. അതാണ് സ്ത്രീകളുടെ അനുഭവം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ചെകുത്താൻ വേദം ഓതുന്നത് പോലെ നിങ്ങളതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമല്ല. കേരളത്തിൽ ജെൻഡർ ബഡ്ജറ്റിംഗ് നടത്തി സ്ത്രീ സുരക്ഷ ഉണ്ടാക്കി സ്ത്രീകളെ കരുതലോടുകൂടി നിർത്തിയിട്ടുള്ള ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. അഴിമതിയുടെ കാര്യത്തിലും വെടിക്കെട്ടുകാരനെ ഉടുക്കൂട്ടി പേടിപ്പിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ കേരളത്തിൽ നിങ്ങളെ ആരെങ്കിലും, കോൺഗ്രസ് പാർട്ടി ഇവിടെ ഉണ്ടല്ലോ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ, BJP അല്ലേ ഇല്ലാത്തതുള്ളൂ. നിയമസഭയ്ക്കകത്തോ എവിടെയെങ്കിലും കേരളത്തിലെ ഇടതുപക്ഷത്തിനെതിരായി ആസൂത്രിതമായി ചില ഇൻഡാസുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതെല്ലാം കോടതി ചെല്ലുമ്പോൾ തെളിവ് പോലും ഇല്ല എന്ന് പറഞ്ഞ് ഓടിയ വഴിയിൽ പുല്ല് മുളച്ചില്ല എന്ന് പറഞ്ഞ മാത്യു കുഴൽനാടൻ്റെ അവസ്ഥ എന്താ? അഴിമതി ആരോപണം മുഖ്യമന്ത്രിക്കെതിരെ കൊണ്ടുവന്നിട്ട് ഇതിലിപ്പോ ഗോപിച്ചേട്ടൻ പറഞ്ഞു പ്രതിപക്ഷമില്ല എന്ന്. അത് സത്യമാണ്. ഇവിടുത്തെ ജനങ്ങൾക്കറിയാം BJP പ്രതിപക്ഷമായിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. UDF പ്രതിപക്ഷമായിട്ടുണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. അതാണ് പറഞ്ഞത്. പറയാതെ പറഞ്ഞു എന്ന് പറഞ്ഞത്. പറയാതെ പറഞ്ഞു എന്ന് പറയുന്ന പ്രതിപക്ഷമില്ല എന്ന് പറഞ്ഞ തുറന്ന സത്യമാണ്. ഇവരെ ഒരുമിച്ച് തന്നെയാണ് പോയി. കാരണം ഇപ്പൊ സ്ത്രീ സുരക്ഷ എന്ന് പറയുമ്പോൾ ഇവരുടെ അന്വേഷണം പോലീസ് സ്റ്റേഷൻ അല്ലല്ലോ, പാർട്ടി ഓഫീസല്ലേ. ഇവിടെ തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ദേശീയ തലത്തിലൊരു പണിമുടക്ക് നടത്തുമ്പോൾ BJP അല്ലെങ്കിൽ BMSനെ ബാധിക്കുന്ന ഒരു പ്രശ്നവും ഇല്ലാഞ്ഞിട്ടാണോ അതിനെ എതിർത്ത് BJP സംസാരിച്ചത്?
BMS തൊഴിലാളികൾക്കൊപ്പം നിന്നില്ല എന്നാണോ? അതെ, ദേശീയ തീർച്ചയായിട്ടും പണിമുടക്കിൽ തീർച്ചയായിട്ടും പങ്കെടുത്തില്ല നിന്നില്ല. എന്നുള്ള വിമർശനമാണ് ലേബർ കോഡുമായി ബന്ധപ്പെട്ട്. ഞാനിപ്പോൾ പ്രതികരിക്കുന്ന ND ആണ്. BMS എന്ന് പറയുന്ന ഒരു തൊഴിലാളി സംഘടനയാണ്. തൊഴിലാളി സംഘടനയെ കുറിച്ച് അറിയാവുന്നവർക്കാണെങ്കിൽ BMSന്റെ നയം എന്തായിരിക്കുമെന്ന് വ്യക്തമായിട്ട് അറിയാം. ലേബർ കോഡ് ചരിത്ര നേട്ടമാണെന്നാണ് BMS ഇപ്പൊ പറഞ്ഞത്. നേരത്തെ തീർച്ചയായിട്ടും കാരണം ലേബർ കോഡ് അല്ല, താങ്കളത് പറയാൻ തയ്യാറല്ലെന്നല്ലേ പറഞ്ഞത്? BMSനെ കുറിച്ച് ലേബർ കോഡ് 4 ഘടന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറയുന്നത് ഈ ലേബർ കോഡ് വന്നാൽ ചിലപ്പോ ഞാൻ പറഞ്ഞ തൊഴിലാളി നേതാക്കന്മാരുടെ പണി പോകും എന്നുള്ളത് ഉറച്ച സത്യമാണ്. തൊഴിലാളി നേതാക്കന്മാരുടെ മാത്രമല്ല, ട്രേഡ് യൂണിയൻ ഉണ്ടാവില്ല. തൊഴിലാളികൾക്ക് കൂട്ടായി വിലപേശാനുള്ള അവകാശം ഉണ്ടാവില്ല. തൊഴിലാളികൾ പണിമുടക്കുകളിലൂടെ നിരന്തരമായ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്തിട്ടുള്ളതാണ് ഇന്ത്യയിലെ തൊഴിൽ നിയമങ്ങൾ. കോഡെന്നുള്ള നിലയിൽ വന്ന ആക്ട് മാറ്റി കോഡെന്ന് പറയുമ്പോൾ എന്താ? അതിനൊരു നിയമപരമായ വേറൊരു അർത്ഥമുണ്ട് എന്നുള്ളത് നിയമജ്ഞർ ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൺകറന്റ് ലിസ്റ്റിൽ ഈ പറയുന്ന 29 നിയമങ്ങൾ ഇനി തൊടാൻ പറ്റില്ല. ഇതൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എന്നിട്ട് തൊഴിലാളിക്ക് ഗുണമാണെന്ന്. ഞാൻ BMSന്റെ നേതാക്കന്മാരെ എനിക്ക് പരിചയമുള്ളവരാണ്. BMSന്റെ സജി നാരായണൻ ഉണ്ടായിരുന്നപ്പോൾ ഈ കോഡിനെ പാർലമെൻറ്റിൽ ഞങ്ങൾ മിസ്റ്റർ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ ഈ ഗവൺമെൻറ്റിനെ ഞങ്ങൾക്ക് താങ്ങി നിർത്താൻ ഒരവകാശവും ഇല്ല എന്ന് പറഞ്ഞ ലേബർ കോഡിൻ്റെ എതിരായി നിന്നവരാണ്. രണ്ടാമത് ബ്രിജേഷ് ഉപാധ്യായ നേതാവായിരുന്നപ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പം എന്താ BMS ചരിത്ര നേട്ടമാണെന്ന് പറയുന്നത്? അതുകൊണ്ടാണ് അദ്ദേഹം സൂചിപ്പിച്ചത്, ആ ഒരു വോട്ടർ ഇവിടെ സൂചിപ്പിച്ചത് BMSന് ധാർമ്മികമായി തൊഴിലാളി വർഗത്തിൻ്റെ ആണെന്ന് പറയാനുള്ള അവകാശം. അതായത് കളമശ്ശേരിയിൽ നിന്ന് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൽ ഒരിടത്തുണ്ടാകുന്നതിലും അധികം തന്നെ ഈ ചർച്ച ചെയ്യേണ്ട സ്ഥലമാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും ചോദിക്കുന്നു, BMS ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് അനുകൂലമായ ഒരു നിലപാടെടുത്ത് നിൽക്കുന്ന രാജ്യത്തെ തൊഴിലാളി സംഘടനയാണോ? BMS വഞ്ചനാപരമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ള ഈ കാര്യത്തിൽ. ചോദ്യം, ഈ കളമശ്ശേരി മുനിസിപ്പാലിറ്റി ഡീക്കേഡ്സ് ആയിട്ട് വർഷങ്ങളായിട്ട് UDFിൻ്റെ കീഴിലാണ്. നമ്മുടെ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലേക്ക് ഒരു ആരെങ്കിലും വന്നാൽ ഒരു പാർക്കിംഗ് ഫെസിലിറ്റി പോലും അവിടെ ഇല്ല. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ കേരളത്തിൽ നിന്ന് പോകുന്ന ബസ് സർവീസുകളുണ്ട്. ഇവിടെ ഒരു ശൗചാലയം ഈ കളമശ്ശേരി മുനിസിപ്പാലിറ്റിക്ക് പറ്റിയിട്ടുള്ള സ്ത്രീകൾ പലപ്പോഴും കഷ്ടപ്പെടുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത്രയും വരുമാനമോ കേരളത്തിലെ ഏറ്റവും വരുമാനമുള്ള മുനിസിപ്പാലിറ്റിയായ കളമശ്ശേരി മുനിസിപ്പാലിറ്റിക്ക് ഈ ചെറിയ സൗകര്യങ്ങൾ? ഇതിൽ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് CPMനും റോളുണ്ട്. ഇവരിതൊന്നും ചോദിക്കുന്നുമില്ല. ഓരോ 5 വർഷം കൂടുമ്പോഴും കൃത്യമായി ഈ നാട് ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിച്ചത് കൊണ്ടാണ് ഒരു 5 വർഷം കഴിയും തോറും വീണ്ടും ഐക്യജനാധിപത്യ മുന്നണിക്ക് അധികാരത്തിലെത്താൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ ചോദ്യം കളമശ്ശേരിയിൽ എന്തുകൊണ്ട് പാർക്കിംഗ് സൗകര്യം ഇല്ല എന്നുള്ളതാണ്. കളമശ്ശേരി HMT ഭാഗത്ത് ഒരു കംഫോർട്ട് സ്റ്റേഷൻ അടക്കമുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഭരണസമിതി എന്തായാലും ഭരണത്തിൽ വന്നാൽ അത് ആദ്യം നിർവഹിക്കാൻ പോകുന്ന ഒരു ഉത്തരവാദിത്വം അതായിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. കളമശ്ശേരി നഗരസഭ തുടർച്ചയായി UDFിൻ്റെ കയ്യിലാണെന്നുള്ളത് സത്യമാണ്. ഞാൻ പറയുന്നത് കൊരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെയാണ് കളമശ്ശേരി നഗരസഭ കളമശ്ശേരിയിലെ ജനങ്ങളോട് കാണിച്ചിട്ടുള്ളത്. അതിനൊരു ഉദാഹരണമാണ് ലൈഫ് മിഷൻ. 4000 വീട് അപ്പുറത്ത് 4160 വീട് ഏലൂർ നഗരസഭയിൽ, ഞാൻ താമസിക്കുന്ന ഏലൂർ നഗരസഭയിൽ ചെയ്തു കൊടുത്തു 10 കൊല്ലത്തിനിടയിൽ. 4000. ഇവിടെ 800 എണ്ണത്തിന്റെ ലൈഫ് അപേക്ഷ വന്നിട്ട് ഒരാൾക്ക് പോലും വീട് വെച്ച് കൊടുത്തിട്ടില്ല. എത്ര പ്രാവശ്യം ഈ മുനിസിപ്പാലിറ്റി ഓഫീസിൽ ശരത്തെ അത് നടപ്പാക്കാൻ ഇവര് തയ്യാറല്ല എന്നുള്ളതാണ്. പ്രാദേശിക ഗവൺമെന്റ് വഴിയാണ് ഇത് ചെയ്യുന്നത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് കളമശ്ശേരിയിലെ ജനങ്ങൾ ഇപ്രാവശ്യം നേരത്തെ ആ സുഹൃത്ത് പറഞ്ഞ പോലെ CPM പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഞങ്ങൾ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ടെങ്കിലും ഭരണനിർവഹണത്തിൽ ഞങ്ങൾക്ക് കളമശ്ശേരിയിൽ 3 ദശാബ്ദമായിട്ട് ഞങ്ങൾക്ക് റോളില്ല. അത് ഞങ്ങൾ തിരിച്ചു പിടിക്കാൻ ഇപ്രാവശ്യം ജനങ്ങളെ ഇടതുപക്ഷത്തെ ഏൽപ്പിച്ചു നോക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ സുഹൃത്തിനോട് ഒരു മറുപടിയായി പറയാണ്. കളമശ്ശേരിയിൽ ഇദ്ദേഹം പറഞ്ഞ പോലെ പല കാര്യങ്ങളുണ്ട്. വ്യവസായ മന്ത്രി രാജീവ് ഈ മണ്ഡലത്തിൽ പ്രതിനിധീകരിക്കുന്ന ആളാണ്. അദ്ദേഹം എല്ലാ സ്ഥലത്തും കോടിക്കണക്കിന് രൂപയുടെ അദ്ദേഹത്തിൻ്റെ തനതായും ഗവൺമെൻറ് തനതായും കൊടുക്കുന്നുണ്ടല്ലോ. എന്താ കളമശ്ശേരി നഗരസഭ മുഖം തിരിഞ്ഞു നിൽക്കുന്നത്? കളമശ്ശേരി നഗരസഭ മുഖം തിരിഞ്ഞു നഗരസഭയോട് രാജീവ് കാണിക്കുന്ന അനീതിയാണ്. നോ നിങ്ങളുടെ അങ്ങനെയുണ്ടെങ്കിൽ സമീൽ വരുമ്പോഴത്തേക്ക് ഉദാഹരണങ്ങളോടെങ്കിലും എടുത്ത് ചർച്ച ചെയ്തോളൂ, നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഞാൻ ഇപ്പോൾ കേരളം മുഴുവൻ ഈ പരിപാടി എന്നാണ്. ലൈഫ് എന്ന് പറയുന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചാൽ 4.5 ലക്ഷം മനുഷ്യർക്ക് കുടുംബങ്ങൾക്ക് നല്ല വീട് കിട്ടിയ ഒരു പദ്ധതിയാണ്. അത് കളമശ്ശേരി നഗരസഭയിൽ വളരെ മോശമായി കൈകാര്യം ചെയ്തു എന്ന് പറയുന്ന ഒരു പ്രശ്നം ഈ ചർച്ചയുടെ ഫ്ലോറിലുണ്ട്. ഏതാണ്ട് 30 വർഷത്തോളമായി സീപോർട്ട് എയർപോർട്ട് റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇബ്രാഹിം കുഞ്ഞുണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിനാമികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ റോഡായിരുന്നു അത്. അതിൻ്റെ ഒരു ബാക്കി ഭാഗം പോലും ഈ 10 വർഷത്തിനിടയ്ക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ കളമശ്ശേരിയിൽ ഇന്ന് നമ്മൾക്ക് സാധാരണക്കാരന് ഒരു വീട് വയ്ക്കണമെങ്കിൽ മുനിസിപ്പാലിറ്റി ചെന്നിട്ടുണ്ടെങ്കിൽ
നമ്മൾ ആദ്യം തന്നെ ചെന്നിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീൻ സോൺ, ഈ വിവാദ വിഷയങ്ങളെക്കുറിച്ച് ഈ രണ്ട് മുന്നണിക്കാരും ഇവിടെ സംസാരിച്ചിട്ടില്ല. ശരി, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാത്തത് ഒരു നാടകമായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് കേരളത്തിലെ പോലീസ് വിചാരിച്ചാൽ ചെയ്യാൻ കഴിയാത്തത് കോടതിയിൽ അദ്ദേഹം മുൻകൂർ ജാമ്യം ഫയൽ ചെയ്ത് കോടതി ഇപ്പോൾ അറസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് കൃത്യമായി നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇന്ന് രാത്രി തന്നെ അറസ്റ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ കേരള പോലീസ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ കളമശ്ശേരി നഗരസഭയിൽ ഒന്ന് ആ ടൗൺ ഹാള് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഡിസംബറിൽ ഷീറ്റ് മാറ്റാനും അതുപോലെ അത് നന്നാക്കാനായിട്ട് പൊളിച്ചാണ്. സാധാരണക്കാർ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടൗൺ ഹാളാണ്. 12 മാസക്കാലമായിട്ട് അതിൻ്റെ മെയിൻ്റനൻസ് പണി പോലും പൂർത്തീകരിക്കാൻ ഈ നഗരസഭയ്ക്ക് സാധിച്ചില്ല. ഇതിൻ്റെ തൊട്ടടുത്താണ് കളമശ്ശേരി മാർക്കറ്റ്. 5 വർഷമായിട്ട് ആ മാർക്കറ്റിലേക്ക് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം ചവിട്ടി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേത്തേക്ക് ചെളി തെറിക്കുന്ന ഒരു രീതിയാണ്. അത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം പോലും ചെയ്യാത്ത ഒരു നഗരസഭയാണ് കളമശ്ശേരിയിലെ നഗരസഭ. അതുപോലെ നിരവധി കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് കൊച്ചി കോർപ്പറേഷന് തൊട്ടടുത്താണ് കളമശ്ശേരി നഗരസഭ. കൊച്ചി കോർപ്പറേഷനൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവിടെ ചെയ്ത കാര്യങ്ങളും ഒക്കെ വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാണ്. നിങ്ങളുടെ നഗരസഭയിൽ ലൈഫ് പദ്ധതി പോലും നേരെ ചൊവ്വേ നടപ്പാക്കിയിട്ടില്ല എന്ന പ്രശ്നം നിൽക്കുന്നു. ഇവരുന്നയിച്ച പ്രശ്നങ്ങൾ നിൽക്കുന്നു. ഭരിക്കുന്ന മുന്നണി എന്ന നിലയിൽ നിങ്ങളുടെ മറുപടി വേണം. ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു 5 ഏക്കർ ഭൂമിയിൽ നിന്ന് 1.5 ഏക്കർ ഭൂമി ലൈഫ് പദ്ധതിക്കായി കൊണ്ട് കളമശ്ശേരി നഗരസഭ മാറ്റിവെച്ചു. പക്ഷേ അതിൻ്റെ കരഭൂമി അല്ലാത്തത് കൊണ്ട് വന്ന ചില പ്രശ്നങ്ങൾ, സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അത് നീണ്ടുപോവുകയുണ്ടായി. എന്നിട്ട് അത് 5 വർഷമായി അതിനായിക്കൊണ്ട് അത് വകുപ്പ് മാറ്റാൻ വേണ്ടി അതിന് കേരളത്തിന്റെ ഗവൺമെന്റ് മാറ്റിവെച്ചത് 1,40,00,000 രൂപയാണ്. അത് മുനിസിപ്പാലിറ്റിക്ക് അത്രയും വലിയ സംഖ്യ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ്. കേരളത്തിൽ UDF LDF തമ്മിൽ കാണുന്ന ഒരു പ്രശ്നം ഇതാണ്. ഒരു പ്രശ്നം കണ്ടാൽ UDF അവിടെ പരിപാടി അവസാനിപ്പിക്കും. പക്ഷേ ആ പ്രശ്നം പരിശോധിച്ച് പരിഹരിച്ച് ആ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്ന കേരളത്തിന്റെ ആവശ്യങ്ങളെ മുന്നണി എന്തുകൊണ്ടാണെന്നില്ലേ അത് നിങ്ങളുടെ പഞ്ചായത്തിലാവട്ടെ ചെയ്യേണ്ടത് കാണിക്കുന്ന ഒരു മുഖം തിരിഞ്ഞ നിലപാട് കാരണമാണ് ലൈഫ് പദ്ധതി കളമശ്ശേരി നഗരസഭയിൽ നടക്കാതെ പോകുന്നത്. ഈ പറയുന്ന ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു 2 പേരും പറയുന്ന കാരണങ്ങൾ തരം മാറ്റാൻ തീരുമാനിക്കേണ്ട പ്രക്രിയ നടപ്പിലാക്കേണ്ടത് സംസ്ഥാന സർക്കാരും അത് ആർജവത്തോടെ നേടിയെടുക്കേണ്ടത് ഇവിടുത്തെ ഭരണകക്ഷിയുമാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ ജനങ്ങൾക്ക് ആവശ്യമായി വരുന്ന ഈ പദ്ധതി നടപ്പിലാക്കാൻ ഇവർക്ക് താല്പര്യമില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മുഖം തിരിഞ്ഞു നിൽക്കുകയും ഇടതുപക്ഷം ഗവൺമെൻറ് കൊണ്ടുവരുന്ന നേട്ടങ്ങൾ അതിൻ്റെ ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള കളമശ്ശേരിയിലെ ജനങ്ങൾക്ക് നൽകാതിരിക്കുകയും ചെയ്യുന്ന ഇടനിലക്കാരായി കളമശ്ശേരിയിലെ മുനിസിപ്പൽ ഭരണം മാറി ഉറക്കം നടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് കളമശ്ശേരിയിൽ ലൈഫ് മിഷൻ നടക്കാത്തതും ഇദ്ദേഹം പറഞ്ഞ ഗ്രീൻ സോൺ എന്നുള്ളത് മാറ്റാൻ കഴിയാത്തതുമൊക്കെ. ഗ്രീൻ സോൺ ഏലൂരുണ്ടായിരുന്നല്ലോ, ഏലൂരിലെ ഗ്രീൻ സോൺ മാറിയല്ലോ, അവിടെയല്ലേ ഞങ്ങൾ ലൈഫ് മിഷൻ അനുവദിച്ചത്. എത്രയോ പൊതുയിടങ്ങൾ ഞങ്ങൾ ചെയ്തു. നാഷണൽ ഹൈവേയുടെ ഏറ്റവും അടുത്ത പ്രദേശത്തെ ടേക്ക് എ ബ്രേക്ക്, പാർക്ക്, ജിമ്മ്, ഓപ്പൺ ജിമ്മൊക്കെ അടക്കം ഐ ലവ് യു ഏലൂർ എന്ന് പറഞ്ഞാൽ കണ്ടല്ലേ. കളമശ്ശേരിയിൽ അങ്ങനെ ഒരു പൊതുയിടം ഉണ്ടോ? ഉള്ളത് നേരത്തെ ടൗൺ ഹാളിന്റെ കേസ് ഇവിടെ സൂചിപ്പിച്ചു. ആകെ ഒരു പ്രശ്നം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നുണ്ടല്ലോ. നാഷണൽ ഹൈവേയുടെ അവസ്ഥ എന്താ? 6 വരിപ്പാത കേരളത്തിൽ യാഥാർത്ഥ്യമാകാൻ പോവല്ലേ. വിഴിഞ്ഞം തുറമുഖം കേരളത്തിൽ യാഥാർത്ഥ്യമാക്കിയതാരാ? ഇടതുപക്ഷ ഗവൺമെന്റ് അല്ലേ, കേന്ദ്രത്തിന്റെ പദ്ധതിയാണ്. ഇപ്പൊ അതിദാരിദ്ര്യം നിർവഹിച്ചതിന് ക്രെഡിറ്റ് രാജീവ് ചന്ദ്രശേഖർ, BJPയുടെ രാജീവ് ചന്ദ്രശേഖർ വന്ന അതിദാരിദ്ര്യം പരിഹരിച്ചത് ശരിയാണ്. തട്ടിപ്പാണെന്ന് കോൺഗ്രസ് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ശരിയാണ്, പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കാണെന്ന് പറഞ്ഞു. ക്രെഡിറ്റ് എങ്ങനെയാ? അവർ മൾട്ടി പോവർട്ടി ഡയമെൻഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞ അതിദാരിദ്ര്യത്തിൻ്റെ ഒരു സർവേ നടത്തി എന്നുള്ളതിൻ്റെ ക്രെഡിറ്റ് അവർക്കുണ്ട്. കാര്യം നടപ്പാക്കിയത് കേരള ഗവൺമെൻറ്റാണ്. ഇവിടെ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അത് പ്രധാനപ്പെട്ടൊരു പ്രശ്നമാണ്. ഈ നമ്മുടെ സീപോർട്ട് എയർപോർട്ട് റോഡിൻ്റെ ബോട്ടിൽ നെക്ക് പരിഹരിക്കാൻ നമ്മുടെ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇബ്രാഹിം കുഞ്ഞ് അടക്കം ഭരിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്നില്ലല്ലോ. എത്ര കാലമായി അത് കടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഭരണം അവസാനിപ്പിക്കുന്നതുകൊണ്ട് ഈ ബോട്ടിൽ നെക്ക് ഇവിടെ പരിഹരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് സ്വന്തമായി ചിൽഡ്രൻ സയൻസ് പാർക്കുള്ള ഒരു നഗരസഭയാണ് കളമശ്ശേരി നഗരസഭ. ആ കളമശ്ശേരി നഗരസഭ നിങ്ങളുടെ സർക്കാർ തന്നെയാണ് ഏറ്റവും നല്ല നഗരസഭ എന്നുള്ള സയൻസ് പാർക്ക് രാജീവ് കൊണ്ടുവന്നത്. ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ്
വ്യവസായ മന്ത്രിയായിരുന്ന സമയത്ത് ഏതായാലും കൈമാറിയ പലയിടത്തും ചെല്ലുമ്പോൾ ഭൂമിയിലാണ്. ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിനെ കുറിച്ചാണ് ചർച്ച. ഇവിടെ ഏതായാലും ശ്രീ കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു കോൺട്രിബ്യൂഷനെ കുറിച്ച് കൂടി സമീൽ പറഞ്ഞു. വ്യവസായ മന്ത്രിയായിരുന്ന ലൈഫ് സമയത്ത് മിഷൻ പദ്ധതി പറയാം. ഇവിടെ ഈ സർക്കാർ വില്ലേജ് ഓഫീസറും താലൂക്ക് ഓഫീസറും കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1 കോടി അതിന് നഗരസഭ വേണ്ടത് 1 കോടി 85 ലക്ഷം രൂപ അടക്കണമെന്നാണ് നഗരസഭയ്ക്ക് പറഞ്ഞത്. അതിനകത്ത് ഏലൂർ റോളുണ്ട്. മുനിസിപ്പാലിറ്റിയിൽ ചെയ്ത് കൊടുത്തത് എന്തുകൊണ്ട് കളമശ്ശേരി ചെയ്ത് കൊടുത്താൽ അതിന് നഗരസഭയുടെ ഇച്ഛാശക്തിയില്ലായ്മയല്ലേ അത്? ഇച്ഛാശക്തിയില്ലായ്മയല്ല, അത്രയും ഒരു ഭീമമായ തുക മുന്നോട്ട് വെക്കാൻ നഗരസഭയ്ക്ക് സാധിച്ചില്ല. അതാണ് പ്രശ്നം. ഈ മണ്ഡലത്തിലെ ഇച്ഛാശക്തിയില്ലായ്മ. അതേ സമീല സമ്മതിച്ചു. അത്രയും ഭീമമായ പണമില്ല എന്ന് ഒരു പറയുന്നത് ഇളവും നൽകാൻ ഏലൂർ അസാധ്യമായ കാര്യം നടക്കുന്നത് എങ്ങനെയാ? ഏലൂർ നഗരസഭയിലെ വ്യവസായങ്ങളുടെ കയ്യിലാണ്. മലയാള മനോരമ അടക്കം പറഞ്ഞു 65% ഭൂമിയും. ആ പരിമിതിയുള്ള ഏലൂരിൽ 12 കോടി രൂപ വാർഷിക വരുമാനം ഉള്ളിടത്ത് ഇതെല്ലാം ചെയ്യാൻ കഴിഞ്ഞു. 86 കോടി രൂപ വരുമാനമുള്ള സ്ഥിതി. ഏലൂരിനെ പോലെയല്ല, കളമശ്ശേരി വരുമാനമുള്ള നഗരസഭയാണ്. 682 പാർപ്പിട പദ്ധതി എന്നിട്ടും പണമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കാവോ? 682 അപേക്ഷ കിട്ടിയാൽ 602 പേർക്ക് വീട് നിർമ്മിക്കാനുള്ള ഫണ്ട് കൊടുത്തിട്ടുണ്ട്. 5 വർഷമായിട്ട് ഒരെണ്ണം തീർന്നോ? 602 ഒരെണ്ണം തീർന്നോ? അതിന് സ്ഥലം കളമശ്ശേരി നഗരസഭയിൽ ലൈഫിൽ 602 വീടുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒരു വീട് 602 പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ ഇവിടെ കളമശ്ശേരി നഗരസഭയിൽ എന്റെ വാർഡിൽ ഞാൻ 8 കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള വാർഡുകൾ ഞാൻ എത്ര രൂപയാണ് മുതൽ മുടക്ക്? സർ, എത്ര രൂപയാണ് അതിന് മുതൽ മുടക്ക്? പ്രധാനമന്ത്രി ആവാസ് 4,40,000 രൂപയാണ് കിട്ടുന്നത്. അത് ഞങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് പറഞ്ഞത്. പ്രധാനമന്ത്രി ആവാസ് യോജന തന്നെയാണ് ഈ പറയുന്ന പേര് മാറ്റി ലൈഫ് മിഷൻ എന്ന് പറയുന്നത്. നോക്കൂ, ഇവിടെ ലൈഫ് മിഷൻ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ലൈഫ് മിഷന് 4 ലക്ഷം രൂപയാണ് ഈ 600 സ്ക്വയർ ഫീറ്റിന് കിട്ടുന്നത്. അതിൽ 75,000 രൂപയാണ് പഞ്ചായത്തിൽ കിട്ടണമെങ്കിൽ 1,4 ലക്ഷം രൂപയുള്ളൂ. മിസ്റ്റർ, 4 ലക്ഷം രൂപ കിട്ടുന്ന ബാക്കി മുടക്കുന്നത് കാശില്ലാത്ത നോട്ടടിക്കാനുള്ള കമ്മട്ടമില്ലാത്ത കേരള ഗവൺമെന്റാണ് കൊടുക്കുന്നത്. 4 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം പറയൂ. 1,4 ലക്ഷം സംസ്ഥാന സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം 1,4 ലക്ഷം. കേന്ദ്ര സർക്കാരിന്റെ വിഹിതം എത്രയാ? 1,4 ലക്ഷം. ഞാൻ പറഞ്ഞല്ലോ, അത് തന്നെയല്ലേ പറഞ്ഞത്. വീട് വെക്കാൻ പറ്റുമോ? ബീഹാറിൽ നിങ്ങൾക്ക് 75,000 രൂപയ്ക്ക് ആ പാവത്തുങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കൂ എന്ന് പറയാം, എന്നിട്ട് പ്രധാനമന്ത്രിയുടെ ചിത്രവും വെക്കാം. പക്ഷെ കേരളത്തിൽ നടപ്പില്ലെന്നേ. കേരളത്തിൽ അന്തസ്സായ ഒരു വീട് വെക്കുന്നതിനുള്ള മിനിമം നല്ല തുക പ്രധാനമന്ത്രിയുടെ പടം കണ്ടല്ലോ ബീഹാറിലെ ദൃശ്യങ്ങൾ. ഞാൻ പറയുന്ന ആ ഒറ്റ കാരണം കൊണ്ട് 75,000 രൂപയ്ക്ക് കേരളത്തിൽ സർക്കാർ വീട് നടക്കുമോ? നിഷേധിക്കുന്നതാണോ മാന്യത? മനുഷ്യർ ഇവിടെ എടുക്കുമോ? വീട് എടുക്കില്ല. ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ പടം വെച്ചിട്ട് സാധാരണക്കാരന് കിട്ടേണ്ട വീട് നിഷേധിക്കുന്നതാണോ നിങ്ങളുടെ ഭരണ സംവിധാനം? എനിക്ക് ബഹുമാനപ്പെട്ട UDF പ്രതിനിധിയോട് ചോദിക്കാനുള്ളത്, ഈ വീണ്ടും 5 വർഷം കൂടി ഭരിച്ച് ഈ കളമശ്ശേരി ഭരിച്ചു മുടിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങളെ ചവിട്ടി പുറത്താക്കാൻ ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. കാരണം സയൻസ് പാർക്ക് അത് വന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നേക്കാളും പ്രായം കുറഞ്ഞ ആളായതുകൊണ്ട് കളമശ്ശേരിയുടെ ചരിത്രം അറിയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, അന്ന് രാജ്യസഭ MP ആയിരുന്ന രാജീവ് 2 പ്രാവശ്യം കിട്ടാവുന്ന MP-മാരിൽ നിന്നും കളക്ഷൻ സ്വീകരിച്ചാണ് സയൻസ് പാർക്ക് ഉണ്ടാക്കിയത്. മറ്റൊന്ന് ലൈഫ് പദ്ധതി. ഈ ലൈഫ് പദ്ധതിയിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്തുകൊണ്ട് നല്ല സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞില്ല? കൃത്യമായ ഒരു സ്ഥലം കണ്ടെത്തിയല്ലോ. ഇത്രയും ആളുകളെ പാർപ്പിക്കാൻ അതിനുള്ള സൗകര്യമുള്ള സ്ഥലം കളമശ്ശേരി നഗരസഭയ്ക്ക് വേണ്ടി ഉള്ള സ്ഥലത്ത് അതിന്റെ കൃത്യമായി വന്നപ്പോൾ തഹസിൽദാരെയും വില്ലേജ് ഓഫീസറെയും വെച്ച് തടയുന്ന ഒരു സമീപനമാണ് കേരളത്തിന്റെ സർക്കാർ വെച്ചത്. അങ്ങനെ നവകേരള സദസ്സിൽ ആ പേപ്പർ സബ്മിറ്റ് ചെയ്തപ്പോൾ അത് വീണ്ടും ഇപ്പൊ ഇവിടെ എൻ്റെ ഒരു സുഹൃത്ത് മാർക്കറ്റിന്റെ കാര്യം പറഞ്ഞു, അതിന് മറുപടി പറഞ്ഞില്ല. ഇവിടെ 200 കോടി രൂപ ഈ രാജീവ് മുടക്കിയിട്ടാണ് സയൻസ് പാർക്ക് അവിടെ ഉദ്ഘാടനം. പറയട്ടെ അത് മാത്രമല്ല, ഇപ്പൊ ഈ മനോരമയുടെ പേരിൽ ഈ UDF ഇവിടെ ഒരു പത്രം ഇറക്കുന്നുണ്ട്. ആ പത്രത്തില് ഹൈക്കോടതി ജുഡീഷ്യൽ കോംപ്ലക്സ് ബജറ്റിൽ വന്നൊരു അത് UDF നഗരസഭയുടെ നേട്ടം കാണിക്കുന്നുണ്ട്. മനസ്സിലായോ? പിന്നെ 2 ക്യാൻസർ സെന്റർ നഗരസഭയുടെ വികസനമായിട്ട് കാണിക്കുന്നുണ്ട്. ക്യാൻസർ സെന്റർ ഉമ്മൻചാണ്ടി സർക്കാരാണ് മുന്നോട്ട് വെച്ചത്. നഗരസഭയിൽ ഉമ്മൻചാണ്ടി നഗരസഭ അധ്യക്ഷനല്ല, ഈ BJP പ്രതിനിധിയോടാണ് എനിക്ക് പറയാനുള്ളത്. 66 ഇന്ത്യയില് ഒരു സ്റ്റേറ്റും 25% പൈസ കൊടുത്തിട്ടില്ല.
ഈ സർക്കാരാണ് 25% പൈസ കൊടുത്തത്. അതേപോലെ വിഴിഞ്ഞം പദ്ധതിയിൽ 60% മൊത്തം ചെലവിൻ്റെ 60% പൈസ കൊടുത്തത് കേരള സർക്കാരാണ്. തർക്കോണി പറ. നഗരസഭയുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങളാണ്. ഒന്ന് കളമശ്ശേരി മാർക്കറ്റാണ്. കളമശ്ശേരി മാർക്കറ്റിന്റെ പുതിയ കെട്ടിടം പണിയാനുള്ള തുടക്കം കുറിച്ചതാണ്. കഴിഞ്ഞ ദിവസം അതിന്റെ കല്ലിടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നതാണ്. മറ്റൊന്ന് ടൗൺ ഹാളാണ്. ടൗൺ ഹാൾ ഒരു മിനിറ്റ് അവസാനമാണോ കല്ലെന്നാണ് ഗോപിനാഥൻ ചോദിക്കുന്നത്. ഗോപിനാഥ് ചോദിക്കുന്നത് ഈ 5 കൊല്ലം ഭരിച്ചിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന്റെ തലേന്നാണോ ആളുകളെ മാറ്റി പുതിയ സൗകര്യങ്ങളിലോട്ട് മാറ്റി പുതിയ സംവിധാനം ഒരുക്കേണ്ടതിന് ഒരു കാലതാമസം വേണ്ടി വന്നു. ഇപ്പൊ നമ്മള് കൊച്ചി കോർപ്പറേഷനിലേക്ക് പോയാൽ അങ്ങനെ ഏറ്റെടുത്ത പരിപാടികൾ പൂർത്തീകരിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ കല്ലിട്ടു അവിടെ വലിയ ഫ്ലാറ്റുകൾ തുരുത്തി ഫ്ലാറ്റ് കാണിച്ചു കൊടുക്കുന്നു, അവിടുത്തെ മാർക്കറ്റ് കാണിച്ചു കൊടുക്കുന്നു അവിടുത്തെ കോർപ്പറേഷൻ. നിങ്ങൾ കല്ലിട്ടു എന്ന് പറഞ്ഞു നിൽക്കുക. പിന്നിലാണ് വ്യവസായ മേഖലയെ മാറ്റി സ്ഥാപിക്കുന്നതിന് ഒരു ചെറിയ സമയം വേണമല്ലോ. മറ്റൊന്ന് നിങ്ങൾ പറഞ്ഞ ടൗൺ ഹാളാണ്. ടൗൺ ഹാളിന്റെ പണി നടക്കുന്നുണ്ട്. അതിലെ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം നീണ്ടുപോകുന്നതാണ്. കളമശ്ശേരി ഒരു മിനിറ്റ് പറയട്ടെ സുഹൃത്തേ, കളമശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു ടൗൺ ഹാള് ഉടനെ അടുത്ത ഭരണസമിതി ഈ നാടിന് സമർപ്പിക്കും. അടുത്ത ഭരണസമിതി ഞങ്ങൾ ഭരിക്കുന്ന അടുത്ത ഭരണസമിതി. ശരി, ഈ കളമശ്ശേരി മാർക്കറ്റ് സ്ഥിതി ചെയ്യണത് ഞാൻ കൗൺസിലർ ആയിരിക്കുന്ന സന്ദർഭത്തിൽ അതിനു മുമ്പ് തന്നെ മാർക്കറ്റ് തവിടുപൊടിയായിട്ട് കിടക്കുകയാണ്. ഞാൻ ശക്തമായിട്ട് കൗൺസിലിൻ്റെ അകത്ത് വിഷയമുണ്ടാക്കി പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ നടുത്തളത്തിലിറങ്ങി സമരം ചെയ്ത് അവസാനം പൊതു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 45 ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് ചെയ്യാൻ കൗൺസിൽ തീരുമാനമെടുത്തു. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, കളമശ്ശേരി നഗരസഭയ്ക്ക് മാത്രം 5 വർഷം പോരാ. അല്ല, കുറെ കൂടെ കാലം ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് 7 വർഷം മുമ്പ് ഇതിന് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി. കൗൺസിൽ അംഗീകാരം കൊടുത്തു. ടെൻഡർ നടപടി പൂർത്തീകരിച്ച് ലീഗിന്റെ നേതാവായിട്ടുള്ള ചേനക്കാലയിലുള്ള ബക്കർ എന്ന് പറഞ്ഞ ആളാണ് അതിന്റെ വർക്ക് എടുത്തത്. ആ വർക്ക് എടുത്തതിന് ശേഷം ആ പണി ചെയ്യിച്ചില്ല. കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 85 ലക്ഷം രൂപ എന്ന നിലയിൽ പുതുക്കി തീരുമാനിച്ചു. എന്തുകൊണ്ട് ആ കോൺട്രാക്ടറിനെ ബ്ലാക്ക് ലിസ്റ്റ് പെടുത്തിയില്ല? അതുകൂടാതെ നടക്കാത്തതിൽ വാർഡ് കൗൺസിലർ എന്നുള്ള നിലക്ക് നിങ്ങളുടെ പങ്കാളിത്തവും ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? ഞങ്ങൾ ഇടപെട്ടത് കൊണ്ടാണല്ലോ അവസാന നിമിഷത്തിലേക്ക് എന്തുകൊണ്ടാണ് നടന്നില്ല എന്നുള്ളത് നിങ്ങൾ പറയുമ്പോ ഉത്തരവാദിത്വം നിങ്ങൾക്ക് കൂടിയുള്ളത്. നേതാവേ, അന്ന് ഞങ്ങൾ ഇടപെട്ടത് കൊണ്ടാണ് അങ്ങനെ വന്നത്. അത് നടപ്പിലാക്കിയില്ല. എന്നിട്ട് ഇപ്പോ 85 ലക്ഷം രൂപ എടുത്ത് കല്ലിട്ടിട്ട് ജനങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട. അവിടെ വ്യാപാരം മുഴുവനും ഇല്ലാതാക്കി. കൗൺസിൽ തീരുമാനമെടുത്താലേ കൗൺസിൽ തീരുമാനം നിങ്ങൾക്ക് പരിശോധിക്കാലോ. കൗൺസിൽ തീരുമാനമെടുത്തിട്ടല്ലേ ഫണ്ട് നടപ്പിലാക്കേണ്ടത്, ബക്കറയിൽ നടപ്പിലാക്കേണ്ടത്. ചെയ്തില്ലെങ്കിൽ നഗരസഭ ഇടപെടണ്ടേ? എന്തുകൊണ്ട് ചെയ്തില്ല? ഗോപിനാഥ് സാർ പറഞ്ഞു കേരള സർക്കാർ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തി. കേരള സർക്കാർ അല്ല അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തിയത്. ഇവിടുത്തെ ഓരോ കുടുംബങ്ങളും ഗൾഫിലേക്കും കാനഡയിലേക്കും അമേരിക്കയിലേക്കും എല്ലാം ഇതൊരു പ്രത്യേക പദ്ധതി തന്നെയാണ്. പോകുന്ന മനുഷ്യരുടെ കുടുംബങ്ങളെ ആരും അതിദാരിദ്ര്യമൊന്നും പറയില്ല. അതുകൊണ്ടാണ് ശരി, 4 വർഷം ഒരു സ്റ്റേറ്റ് ഒരു നാട് നടത്തിയ വലിയ പഠനമുണ്ട്. അതിന് വിമർശനമൊക്കെ ആകാം. പക്ഷേ പറയുന്നത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, മാർക്കറ്റ് കളമശ്ശേരിയുടെ ഈ മാർക്കറ്റ് നവീകരിക്കാൻ പറ്റാത്തത് ഇവിടുത്തെ UDFന്റെയും LDFന്റെയും ഒരേപോലെയുള്ള പരാജയമായിട്ട് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ വിമർശനങ്ങളുണ്ട്. രണ്ടപ്പുറത്ത് സംസ്ഥാനത്തിന്റെ വികസനത്തിന്റെയും ക്ഷേമത്തിന്റെയും കാര്യത്തിൽ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അഴിമതിരഹിതമായി. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രതിപക്ഷ നേതാവ് ഫോണിൽ അഴിമതി പറഞ്ഞ് ഹൈക്കോടതി പോയി. വളരെ ശക്തമായ തിരിച്ചടി ഹർജി തള്ളിക്കൊണ്ടുണ്ടായി. മാത്യു കുഴൽനാടൻ്റെ കാര്യം മുമ്പ് സൂചിപ്പിച്ചു. മന്ത്രിമാരുടെ ഭരണത്തിലോ മുഖ്യമന്ത്രിയുടെ ഭരണത്തിലോ ഈ പറഞ്ഞ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചൊക്കെ പറഞ്ഞ അഴിമതി ആരോപണങ്ങൾക്കപ്പുറം നിങ്ങൾക്കുന്നയിച്ച ഒരു വിഷയത്തിലും ആധികാരികമായി ജനങ്ങളുടെ മുമ്പിൽ കോടതിയിൽ നിന്നടക്കം അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പകരം നിങ്ങൾ ഭരിക്കുന്ന കളമശ്ശേരി നഗരസഭ ഒരു താരതമ്യം ചെയ്യൂ. ഏത് അവസ്ഥയിൽ നിൽക്കുന്നു ജനങ്ങൾ പറഞ്ഞത് കേട്ടില്ലേ? ഇതാണ് UDF നേരിടുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രശ്നമെങ്കിൽ. താങ്കൾ പറഞ്ഞ പോലെ UDF ഉന്നയിച്ച പല പ്രശ്നങ്ങളും വഴുതി പോവുകയാണ് ചെയ്തത്. കാരണം കേരള സർക്കാർ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തുന്ന കൊടുക്കൽ വാങ്ങലുകളുടെ ഭാഗമായിക്കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി ഉന്നയിക്കുന്ന പല വിഷയങ്ങളും ഇവർ കൂടിച്ചേർന്നുകൊണ്ട് തകർക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ആവശ്യപ്പെട്ട ഗ്രീൻ സോണാണ്. ഗ്രീൻ സോൺ നിലവിൽ സർക്കാർ സംവിധാനവുമായി ബന്ധപ്പെട്ട് വന്ന ഒരു പുതിയ
ഒരു വകുപ്പാണ്. അതിനെതിരെ കളമശ്ശേരി നഗരസഭ ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഉടനെ തന്നെ വരുന്നവർ പോട്ടെന്നേ, നിങ്ങളുടെ കാലം കഴിഞ്ഞു. ഗ്രീൻ സോണിന്റെ അതിൽ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടല്ലോ ആലോചിക്കുന്നു. തെരഞ്ഞെടുപ്പിലല്ലേ? സമയം നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ ഒരു കാര്യം പറയാം. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ കളമശ്ശേരി ഒരു ഉദാഹരണമായി എടുത്താൽ, നിങ്ങൾക്ക് നല്ല സ്വാധീനമുള്ള മേഖലകളിൽ പോലും നിങ്ങൾ കേരളത്തിൽ പ്രതിപക്ഷത്താണ്, ഇവിടെ ഭരണപക്ഷത്താണ്. ഈ നഗരസഭയിൽ നിങ്ങൾ വലിയ ഭരണവിരുദ്ധ വികാരത്തെ നേരിടേണ്ടി വരുന്നു എന്നൊരു അനുഭവം ഇവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് പ്രകടമാണല്ലോ. ഒരിക്കലും കളമശ്ശേരി നഗരസഭയിൽ കൃത്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി പോകുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ 3 പതിറ്റാണ്ട് കാലം വീണ്ടും ഈ കളമശ്ശേരി നഗര സ്ഥിര കേന്ദ്രങ്ങളിൽ നിൽക്കാൻ നമുക്ക് സാധിച്ചത്. ശരി, ഇവിടെ ഷട്ടിൽ കോർട്ട് അല്ലല്ലോ, സ്റ്റേഡിയമാണ്. അതൊരു ഇൻഡോർ സ്റ്റേഡിയമാണ്. നിങ്ങൾക്ക് അത് ഷട്ടിൽ കോർട്ടായിട്ട് തോന്നുന്നതെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ്. അതൊരു ഇൻഡോർ സ്റ്റേഡിയമാണ്. ശരി, അതൊരു ഇൻഡോർ സ്റ്റേഡിയമാണല്ലോ. അതായത് ആ സുഹൃത്ത് പറഞ്ഞത് 4.5 കോടിക്ക് വെറും അദ്ദേഹം പറഞ്ഞ 4.5 കോടിക്ക് വെറും ഒരു ബാഡ്മിന്റൺ കോർട്ട് മാത്രമാണെന്നാണ് പറഞ്ഞത്. സമീൽ, 4.5 കോടിക്ക് വെറും ബാഡ്മിന്റൺ കോർട്ട് മാത്രമാണെന്നാണ്. അതൊരു മൾട്ടിപർപ്പസ് ഇൻഡോർ സ്റ്റേഡിയം. അതില് മൾട്ടിപർപ്പസ് ഇൻഡോർ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ നമ്മൾ മൾട്ടിയുടെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ മതി. മൾട്ടി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കാം. ബാഡ്മിന്റൺ മാത്രം മൾട്ടി പർപ്പസ് എന്ന് പറയുന്നത് പല കായിക ഇനങ്ങളും വേണം. അവിടെ ഇന്ന് വരെ പ്രാവ് വളർത്തുന്ന കേന്ദ്രമാക്കി മാറ്റാനല്ലാതെ ഒരു പരിപാടി കളമശ്ശേരി നഗരസഭയുടെ ഉദ്യോഗസ്ഥര് വൈകുന്നേരം വന്ന് ഷട്ടിൽ കളിക്കാൻ വേണ്ടിയാണ് 4.5 കോടി രൂപ മുടക്കി 3 പ്രാവശ്യം ഉദ്ഘാടനം നടത്തി. ഇവരുടെ രണ്ടുപേരുടെയും ഈ നിലയിലുള്ള വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള പ്രതീക്ഷകളെക്കുറിച്ചും വിശദീകരണങ്ങളുണ്ട്. LDFനെ സംബന്ധിച്ച് അത് നഗരസഭ മാത്രമല്ല, കേരളമാകെയുള്ള നിങ്ങളുടെ ഒരു നിലവിലെ സ്ഥിതി അനുസരിച്ച് നഗരസഭ പിടിക്കുകയും കേരളത്തിലാകെയും ആ നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയും. ആ രാഷ്ട്രീയം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇവരോട് ചോദിച്ചതുപോലെ. ഞാനത് പറയുന്നതിന് മുമ്പ് ബി ജെ പിയുടെ നേതാവ് ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ 2 മുന്നണി എന്ന് പറഞ്ഞിട്ട് ഒരു ചെലവുമില്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവർക്ക് വലിയ ഉത്തരവാദിത്വമൊന്നുമില്ല കളമശ്ശേരി നഗരസഭയ്ക്ക്. വീണ് കിട്ടിയാൽ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ പൊട്ടക്കണ്ണം മാവുമേ എറിയുന്ന പോലെ എറിയുകയാണ്. സമീർ ഇവിടെ പറഞ്ഞ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ സാങ്കേതിക പ്രശ്നങ്ങളാണ് എല്ലാത്തിനും. ഇപ്പം ഷട്ടിൽ കോർട്ടിൻ്റെ കാര്യം പറഞ്ഞു, മാർക്കറ്റിൻ്റെ കാര്യം പറഞ്ഞു, ടൗൺ ഹാളിൻ്റെ കാര്യം പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞു. എന്നിട്ട് സയൻസ് പാർക്ക് MP-മാരുടെ, അത് BJP-യുടെ MP-മാരടക്കമുണ്ട്, ആ MP-മാരുടെ അടക്കം പണം പൂളി ചെയ്തുകൊണ്ടാണ് രാജീവ് സയൻസ് പാർക്ക് സാധ്യമാക്കിയത്. അദ്ദേഹം രാജ്യസഭാ മെമ്പറായിരിക്കുമ്പോൾ. എന്നിട്ട് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ നടക്കാം. ഞാൻ ചോദിക്കുന്നത്, വികസന കാര്യത്തിൽ ഞാനിവിടെ ഒരുപാട് കുറ്റം പറഞ്ഞു. മൂക്കുപൊത്തി കളമശ്ശേരിയിൽ നടക്കേണ്ട അവസ്ഥയ്ക്ക് എന്താ സമാധാനം UDFന് പറയാനുള്ളത്? മാലിന്യ സംസ്കരണത്തിൻ്റെ കേസ് എന്താ ഇവിടെ? ഈ കളമശ്ശേരിയിലെ ജനങ്ങൾ ഇത് തിരിച്ചറിയുന്നില്ലേ? അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വിശ്വാസം. UDFന്റെ ട്രാക്ക് മോശമാണെന്നാണോ പറയുന്നത്? വളരെ മോശം മാലിന്യ കൂമ്പാരമാണ് കളമശ്ശേരിയിൽ. ഞാൻ മാലിന്യം മാത്രമല്ല ചോദിച്ചത്, ഞാൻ പറഞ്ഞത് കളമശ്ശേരിക്കും അപ്പുറത്തേക്ക് UDF ഈ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വികസനത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും ഒരു ട്രാക്ക് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ വളരെ പിന്നിലാണെന്നാണോ ശ്രീ ഗോപിനാഥൻ്റെ പൊളിറ്റിക്കൽ അലിഗേഷൻ? UDFന്റെ പ്രകടന പത്രിക തന്നെ യഥാർത്ഥത്തിൽ കൊടും പരാജയമാണ്. ഇടതുപക്ഷം പ്രകടന പത്രിക ഇറക്കുക മാത്രമല്ല, കേരളത്തിലെ പുതിയ തലമുറയുടെ അടക്കം ആഗ്രഹങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിൻ്റെ നാടിനെ വികസിപ്പിക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ നടപ്പാക്കി തെളിയിക്കുകയും ചെയ്തു. അതുപോലെ സാമൂഹ്യ നീതിയിലും സാമൂഹ്യക്ഷേമത്തിലും അധിഷ്ഠിതമായിട്ടുള്ള വികസനം എന്നുള്ളതാണ്. BJP-യുടെ വികസനം അങ്ങനെയല്ല. സാമൂഹ്യക്ഷേമമില്ല, സാമൂഹ്യ നീതിയില്ല, അദാനി അംബാനി വികസനമാണ്. അത് രണ്ടിൽ നിന്നും വ്യത്യസ്തമായ ജനപക്ഷ ബദലാണ് ഇടതുപക്ഷം സ്വീകരിക്കുന്നത്. നേരത്തെ ഒരു സുഹൃത്തിനോട് ചോദിച്ചു, നാഷണൽ ഹൈവേയുടെ കാര്യം ചോദിച്ചു. ഇന്ന് ഈ പറയുന്ന കോൺഗ്രസ് ഗവൺമെൻറ് ഭാരതം ഭരിച്ചിരുന്ന സമയത്ത് ഏത് വേഗതയിലാണ് ഇതുപോലെ റോഡുകൾ നിർമ്മിച്ചിരുന്നതെന്ന് ചിന്തിക്കണം. ഓരോ സംസ്ഥാനത്തും രാഷ്ട്രീയ ഭേദമന്യുള്ള വികസനം ഒന്നും സാധിച്ചില്ല എന്ന് പറയുന്നത് നിങ്ങളറിയാലോ. ഇപ്പം തന്നെ പറയാലോ, നമ്മളെ സംബന്ധിച്ച് ഇബ്രാഹിം കുഞ്ഞ് തുടങ്ങി വെച്ചിട്ട് ആ റോഡിന് എന്ത് സംഭവിച്ചു? 2 പേരും പ്രകടന പത്രിക എടുക്ക്. കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷവും ഈ പറയുന്ന UDFന്റെ പ്രകടനപത്രം എന്താ? ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് സൗജന്യമാക്കുമെന്ന് പറഞ്ഞാലേ, എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? പ്രതിപക്ഷത്തിനും സാധിച്ചില്ല, ഭരണപക്ഷത്തിനും സാധിച്ചില്ല. എന്നിട്ട് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ കാശ് നിങ്ങളുടെ തന്നെ കറക്ക് കമ്പനിയായ ക്ലീൻ കേരളയ്ക്ക് കൊടുത്തോണ്ട് 1 കിലോയ്ക്ക് 7 രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് ക്ലീൻ കേരളയ്ക്ക് ഇവിടുത്തെ വേസ്റ്റുകൾ കൊണ്ടുപോകുന്നത്. പിന്നെ അടുത്തത് പറയാം, മൊത്തം സ്ട്രൈക്ക് റേറ്റ് ഡിഫറൻ്റ് ആണ് പ്രമോദ്.
കേരളത്തിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ സ്റ്റേറ്റിൽ ആകെയുള്ള മുന്നേറ്റം നോക്കിയാൽ വളരെ വലിയ തോതിൽ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് 95% വാതിൽപ്പടി മാലിന്യ ശേഖരണം നടക്കുന്നു. ഹരിതകർമ്മസേന നന്നായി പ്രവർത്തിക്കുന്നു. സ്ത്രീകളുടെ മുന്നേറ്റം കേരളത്തിൽ കാണുന്നുണ്ട്. എനിക്ക് കളമശ്ശേരിയുടെ കാര്യം അറിയില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചത് സംസ്ഥാന സർക്കാരാണ്. മറുപടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം ഇന്ത്യയിൽ ഏറ്റവും നന്നായി കൊടുക്കുന്ന സ്റ്റേറ്റാണ് കേരളം. കേന്ദ്രത്തിൻ്റെ എല്ലാ കേന്ദ്രാവിഷ്കൃത പദ്ധതികളും നന്നായി നടപ്പാക്കുന്ന സ്റ്റേറ്റാണെന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയായിട്ടുള്ള BJPയും പാർലമെൻറ്റും ഞങ്ങൾക്ക് അംഗീകാരം തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് സംബന്ധിച്ച് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭംഗിയായി കാര്യങ്ങൾ നിർവഹിക്കാൻ തയ്യാറാണ്. കളമശ്ശേരിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നുണ്ട്. രാഷ്ട്രീയമായി ഇവിടെ കുറേ അധികം പിൻബലം കോൺഗ്രസ്സിന് പരമ്പരാഗതമായി ഉള്ളതുകൊണ്ടാണ് അത് ബ്രേക്ക് ചെയ്യാൻ പലപ്പോഴും കഴിയാത്തത്. എന്നാൽ ആ കാര്യത്തിൽ വീണ്ടും ഒരു തിരിച്ചുവരവിന് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ, ലൈഫ് മിഷൻ്റെ കാര്യത്തിൽ, വികസനത്തിൻ്റെ കാര്യത്തിൽ UDFൻ്റെ ഭരണ കൗൺസിലിൻ്റെ അന്ധമായ നിഷേധാത്മകമായിരുന്ന നിലപാടാണ്. BJP പറഞ്ഞു കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലം BJP എവിടെയായിരുന്നു? ഈ തെരഞ്ഞെടുപ്പിലാണ് ഈ ചർച്ച നടത്തുന്നത്. ഈ കോൺഗ്രസിൻ്റെ ഞങ്ങൾ പ്രതിപക്ഷം എന്നുള്ളതിൽ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒന്നാന്തരമായി ഈ കൗൺസിലിനെ നിർത്തി ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ സമരം നടത്തിയിട്ടുണ്ട്. BJPയുടെ നേതാക്കന്മാർ എന്തെങ്കിലും ഈ മുനിസിപ്പൽ കൗൺസിലിൻ്റെ ഒരു സമരം നടത്തിയിട്ടുണ്ടോ? ഈ 5 വർഷക്കാലം ഈ കളമശ്ശേരി നഗരസഭയിലുള്ള മുഴുവൻ ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന സ്ഥിതിയല്ലേ ഈ BJPയുടെ പ്രതിനിധി ചെയ്തത്? കഴിഞ്ഞ പ്രാവശ്യം അവിശ്വാസം LDF അവതരിപ്പിച്ചപ്പോൾ അതിന് പിന്തുണ കൊടുത്ത നിങ്ങൾ എന്ത് ധാർമ്മികയുടെ അടിസ്ഥാനത്തിലായിവിടെ എന്നിട്ട് ഈ വർത്തമാനം ഇവരിവിടെ ചെയ്തതാ എല്ലാ അഴിമതിയെ സംബന്ധിച്ച് നിങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞപ്പോ ഈ പറഞ്ഞ അവിശ്വാസം എന്ത് നിങ്ങൾ പിന്താങ്ങാതെ അത് കൊണ്ടുവന്ന അവിശ്വാസത്തെ പിന്താങ്ങില്ല. കൊണ്ടുവന്ന അവിശ്വാസത്തെ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. അഴിമതിക്കെതിരെ നിലപാടെടുത്തില്ല. ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ നിലപാട് ഇന്ത്യയിൽ എവിടെയെങ്കിലും LDF UDFനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വോട്ട് ചെയ്ത ഒരു കേസ് നിങ്ങൾക്ക് പറയാമോ? BJPയുടെ റോളിനെ കുറിച്ചാണ് പറഞ്ഞത് പ്രമോദ്. ഒരു കാരണവശാലും ഇടതുപക്ഷത്തെ പിന്തുണക്കില്ല. ഞങ്ങൾക്ക് നാണക്കേടാണ്. നഗരസഭയുടെ അഴിമതി BJPയുടെ വിഷയമല്ലെന്നാണ് ചോദിക്കുന്നത്. പ്രമോദ് നഗരസഭയുടെ അഴിമതിക്കെതിരായി നിങ്ങൾ വർത്തമാനം പറഞ്ഞില്ല. അതേ പറഞ്ഞോളൂ. LDFനെ നിങ്ങൾ പിന്താങ്ങണ്ട. നിങ്ങൾ നഗരസഭയുടെ അഴിമതിക്ക് അതിനെതിരായി വർത്തമാനം പറ. ഈ പറയുന്ന കളമശ്ശേരി നഗരസഭയില് ഇതുവരെ ഒരു നോട്ട് എഴുതി കൊടുക്കാൻ ഈ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടുണ്ടോ? അഴിമതിക്കെതിരെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ അടുത്തൊരു അഴിമതി നടത്തി അവർ അവിശ്വാസം കൊണ്ടെന്ന കാര്യം പറഞ്ഞില്ലേ? കാര്യമാണോ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു രാഷ്ട്രീയ നീക്കത്തില് ഒരു ഇടതുപക്ഷത്തിനെയും UDFനെയും സപ്പോർട്ട് ചെയ്യാത്ത BJP ഒരിക്കലും പിന്തുണയ്ക്കില്ല. നിങ്ങളുടെ വിഷയം നാട്ടിലെ അഴിമതിയാണോ? ഇവിടെ ചോദിച്ച പ്രശ്നം അവിടെ അല്ല. ഇവിടെ ചോദിച്ച പ്രശ്നം നിങ്ങളെ വിഷയത്തിൽ നിന്ന് മാറണ്ട. അദ്ദേഹം ദിനേശൻ ഇവിടെ ചോദിച്ചത് വളരെ വ്യക്തമായി ഈ മുന്നണി എന്നുള്ള നിലയിൽ ഭരണത്തിൻ്റെ ഇടതുപക്ഷം പറഞ്ഞ പോലെ തന്നെ ഇവരും ശക്തമായി കളമശ്ശേരിയിൽ ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞു. ആ നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ കഴിഞ്ഞ 5 കൊല്ലക്കാലം അതിനു മുമ്പുള്ള ഭരണസമിതി കാലത്തും ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായി പറഞ്ഞിട്ട് ഇദ്ദേഹം സ്വകാര്യമായി ഒരു കത്ത് കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ BJP LDFനെ പിന്തുണയ്ക്കണമെന്ന് ആരും പറഞ്ഞില്ല. BJP LDFനെ പിന്തുണയ്ക്കണമെന്ന് പറഞ്ഞില്ല. ഇതേപോലെ നിഷ്ക്രിയമായ ഒരു കൗൺസിലിനെ താങ്ങി നിർത്തേണ്ട ഉത്തരവാദിത്തം BJPക്ക് ഉണ്ടോ? അല്ല, ഞാനൊരു ഒരു കളമശ്ശേരി നഗരസഭയുടെ മുമ്പിൽ വന്നിട്ട് 10 പേരെ കൊണ്ടൊന്ന് മുദ്രാവാക്യം വിളിച്ചാൽ ഈ പറയുന്ന ഈ ഭരണ സംവിധാനത്തിനുണ്ടാവുന്ന അഴിമതി ഇല്ലാണ്ടാവോ? അതാണ് സമരം എന്ന് പറയുന്നത്. മോശമാണോ? നിങ്ങളൊരു കൗൺസിലറാണെന്ന് ഇതാ എനിക്ക് അവസാന സമയത്ത് മനസ്സിലായി. നിങ്ങൾ ഈ നിഷ്ക്രിയത്വം, അഴിമതി ഒരു കത്തെഴുതി കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പുറത്ത് ഈ അഴിമതിക്കെതിരെ നഗരസഭയ്ക്കെതിരെ ശക്തമായ അവിശ്വാസ പ്രമേയം അടക്കം വരുമ്പോൾ അതിൽ നിന്ന് പിൻവാങ്ങി നടന്നാൽ അത് എന്ത് തരം രാഷ്ട്രീയമാണ്? നിങ്ങൾ നിലപാടെടുക്കണ്ടേ? അല്ലെങ്കിൽ ഈ നഗരസഭയെ സഹായിക്കില്ലല്ലേ? നിങ്ങളൊരു മുന്നണി സംവിധാനത്തിൽ നിൽക്കുന്ന ഞാൻ
NDA സംവിധാനത്തിൽ നിങ്ങളുടെ രാഷ്ട്രീയ സഹകരണമല്ല ഞാൻ ചോദിച്ചത്. നഗരസഭ അങ്ങേയറ്റം അഴിമതിയിലാണെങ്കിൽ ഞാൻ UDF-നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ മാറി സപ്പോർട്ടല്ലേ വിട്ടുനിന്നു എന്ന് പറഞ്ഞാൽ അഴിമതി ഭരണത്തെ പിന്തുണയ്ക്കലല്ലേ? BJP-യുടെ സംഘടന സംവിധാനം അങ്ങനെ തന്നെയാണ്. കേരളത്തിൽ എല്ലായിടത്തും അങ്ങനെയാ. ഞാൻ അടുത്ത് നോക്കട്ടെ, BJP ഒരു അവിശ്വാസം കൊണ്ട് നിങ്ങൾ ഈ അഴിമതിയെ കുറിച്ച് പറയുന്നതിൽ എന്ത് ആത്മാർത്ഥതയുള്ളത്? പുറത്ത് വന്ന് 2 ഒച്ച ഉണ്ടാക്കി പോയാ അവിടെ ഒരു ഒച്ചയല്ല പ്രമോദ, കേരളത്തിൽ ഈ ഒച്ച എന്ന് പറയുന്നത് ഒരു പ്രതിഷേധമാണെന്നേ. സമരം ഉണ്ടായ കാര്യമില്ല അദ്ദേഹം പറഞ്ഞത്. സമരങ്ങൾ വേണ്ടേ? പുച്ഛിച്ചുകൊണ്ട് കാര്യമുണ്ടോ? അങ്ങനെ പുച്ഛിക്കുന്നത് കൊണ്ടാണ് ലേബർ കോഡ് അടക്കം ഈ കളമശ്ശേരിയിൽ ശക്തമായി അതിനെതിരായ വികാരം ഉയരുന്നത്. ഇപ്പോൾ എല്ലാവരും സംസാരിച്ചു ഈ കളമശ്ശേരി നഗരസഭയുടെ മറ്റുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് BJP പ്രതികരിക്കുന്നില്ല എന്ന്. എനിക്ക് ഒറ്റ വാക്ക് പറയാനുള്ളൂ, ഇന്ത്യ അഭിമുഖീകരിച്ച ബ്രിട്ടീഷുകാരോട് പ്രതികരിക്കാത്ത ഇവർ ഇനി ഈ ഒരു കൊച്ചു കേരളത്തിലെ ഈ ഒരു കൊച്ചു കളമശ്ശേരി മുനിസിപ്പാലിറ്റിയോട് പ്രതികരിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയും ഞങ്ങൾക്കില്ല. കാരണം അവർക്ക് വേണ്ടി വിഴുവേല ചെയ്ത ഈ മഹാപാർട്ടി എന്ന് പറയുന്ന ഇവർക്ക് ഈ കൊച്ചു കേരളത്തിലെ ഈ ഒരു മുനിസിപ്പാലിറ്റിയിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവരന്നും ഇന്നും എന്നും കേരളത്തെയും ഇന്ത്യയെ ഒറ്റിക്കൊടുത്തൊരു വർഗമാണെന്ന് തീർച്ചറിഞ്ഞതുകൊണ്ടാണ് കേരളത്തിൽ ഇവരെ ഇന്നും മാറ്റി നിർത്തപ്പെട്ടേക്കുന്നത്. പാർട്ടി കൊടുക്കുന്ന ക്യാപ്സൂൾ പഠിച്ചിട്ട് വന്ന് പറയുന്നതാണ്. പക്ഷേ ചരിത്രമൊക്കെ പറഞ്ഞു. ഇന്ന് ഭാരതം ഭരിക്കുന്നു, ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാരുള്ളത്, ഏറ്റവും കൂടുതൽ MP-മാരുള്ളത്. ഇന്ന് രാജ്യം ഭരിക്കുന്നത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എല്ലാം BJP-ക്കാരാ. അധികാരത്തിൽ വന്നിട്ട് മൃഗീയമായ ഭൂരിപക്ഷം ഉണ്ടായിട്ട് ജനങ്ങളെ മറന്ന് തലനിറഞ്ഞ തേച്ച് BJP-യെ സ്പോൺസർ ചെയ്യുന്ന മുതലാളിമാർക്ക് കുത്തകകൾക്ക് വേണ്ടി മാത്രമാണ് BJP ഭരണം നടത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവരോട് പ്രത്യേകമായി വേദോപദേശം നടത്തിയിട്ട് ഒരു കാര്യമില്ല. BJP അങ്ങനെ ചെയ്യുകയുള്ളൂ. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഇടതുപക്ഷത്തിന് ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ട്, തൊഴിലാളികളോട് പ്രതിബദ്ധതയുണ്ട്. വ്യവസായം നിലനിൽക്കാൻ വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. തൊഴിലാളികൾക്ക് അവരുടെ തൊഴിൽ സ്ഥിരതയ്ക്ക് വേണ്ടിയും അവർക്ക് മികച്ച വരുമാനം കിട്ടാനും വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ വ്യവസായ തൊഴിലാളികളുടെ ഈറ്റില്ലമായിട്ടുള്ള കളമശ്ശേരിയിൽ തീർച്ചയായിട്ടും ഈ 2 മുന്നണികളെ മാറ്റി നിർത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കളമശ്ശേരി ഭരണം പിടിക്കും. അതിന് ജനങ്ങൾ ഞങ്ങളെ പിന്തുണയ്ക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സമീൽ, വളരെ ശക്തമായ, ഞാൻ പറഞ്ഞത് ആവർത്തിക്കുകയാണെന്ന് തോന്നണ്ട, ജനവിരുദ്ധ വികാരം കളമശ്ശേരിയിൽ കാര്യമായിട്ടുണ്ടെന്ന് തോന്നുന്നു UDF-നെതിരെ. ഒരിക്കലുമില്ല. ഞങ്ങൾ ഇപ്രാവശ്യം കളമശ്ശേരി നഗരസഭയിലെ 46 വാർഡുകളിൽ 35 വാർഡുകളും പിടിച്ചുകൊണ്ട് ഭരണത്തിൽ വരും. 5 വാർഡുകളിലധികം വാർഡുകൾ പിടിച്ചുകൊണ്ട് ഭരണത്തിൽ വരും. കാരണം ഇടതുപക്ഷ സർക്കാരിനോടുള്ള, സംസ്ഥാന സർക്കാരിനോടുള്ള ജനവിരുദ്ധ നിലപാടുകളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. UDF-ന്റെ വിശ്വാസം അങ്ങനെയാണ്. സ്റ്റേറ്റിന്റെ സ്ട്രൈക്ക് റേറ്റ് കളമശ്ശേരിയിൽ പ്രതിഫലിക്കുമോ? LDF അവസാനമായി കേരളം ആകെ ഉറ്റുനോക്കുന്ന ഒരു സ്ഥലമാണ് കളമശ്ശേരി. കളമശ്ശേരിക്ക് ഒരു പ്രത്യേകതയുള്ളത്, കേരളത്തിൻ്റെ മധ്യഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ നഗരി എന്നുള്ള പ്രാധാന്യം കളമശ്ശേരിയിലുണ്ട്. ആ കളമശ്ശേരി കഴിഞ്ഞ പ്രാവശ്യം UDF-ന് അനുകൂലമല്ലായിരുന്നു മണ്ഡലം അസംബ്ലിയിൽ. ഇടതുപക്ഷത്തിന് അനുകൂലമായി നിയമമന്ത്രി, വ്യവസായ മന്ത്രി, കയർ വകുപ്പ് മന്ത്രിയായിട്ടുള്ള രാജീവ് കളമശ്ശേരിയുടെ MLA ആണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനകത്ത് കളമശ്ശേരി പ്രധാനമായിട്ടുള്ള ഉറ്റുനോക്കുന്നുണ്ട് എന്നുള്ള കാര്യം സത്യമാണ് ശരചന്ദ്രൻ. യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ 3 ദശാബ്ദക്കാലത്തെ കളമശ്ശേരിയിലെ ജനങ്ങളുടെ നടുവൊടിച്ച, ഒരു തരത്തിലും ജനങ്ങളോട് നീതി കാണിക്കാത്ത, വികസനങ്ങളോട് മുഖത്തടിച്ച് പിന്തിരിഞ്ഞു നിന്ന UDF-നെ ഇപ്രാവശ്യം ഈ കളമശ്ശേരിയിലെ ജനങ്ങൾ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ പൊതുപ്രദേശത്തെ പോലെ തന്നെ ശക്തമായി തിരിച്ചടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷത്തോടെ ഈ കൗൺസിലിൻ്റെ ഭരണത്തിൽ വരാൻ കഴിയും. കേരളമെമ്പാടും പടക്കളം ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ കളമശ്ശേരിയിലേക്ക് വരേണ്ടത് തന്നെയാണ് എന്നതുകൊണ്ടാണ് പടക്കളം കളമശ്ശേരിയിൽ ചെയ്തത്. കാരണം തൊഴിലാളികളുടെ നാടാണ്. രാജ്യത്ത്, കേരളത്തിൽ അത്രമേൽ ശ്രദ്ധയോടെ കാണുന്ന ഈ മാറ്റം, അല്ല ഈ പ്രദേശം മാറ്റത്തെ, അല്ലെങ്കിൽ നിലവിലെ രാഷ്ട്രീയത്തെ, നിലവിലെ വികസനത്തെ, പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു, എങ്ങനെയാണ് അതിന് നിലപാടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടെത്തുക എന്നത് പരിശോധിക്കണം എന്നുണ്ടായിരുന്നു. അതുതന്നെയാണ് കളമശ്ശേരിയിൽ നമ്മൾ കണ്ടത്. വളരെ ശക്തമായ വിഷയങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ഒരു നാട് കളമശ്ശേരിയിൽ നിന്നുള്ള പടക്കളമാണ് പ്രേക്ഷകർ കണ്ടത്. എല്ലാവർക്കും നന്ദി. താങ്ക്